ഇനി എന്ത്? ഇതാണ് പല ആളുകളുടെയും കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ. 10ാം ക്ലാസ്സിന് ശേഷം, അല്ലെങ്കിൽ +2-ന് ശേഷം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം, അല്ലെങ്കിൽ PGക്ക് ശേഷം ഇനി എന്ത്? ഇനി എന്ത് എന്ന് നമ്മൾ അതിന് ശേഷം ചിന്തിക്കുന്നതിന് മുമ്പ്, +2ലേക്ക് കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഡിഗ്രിക്കോ PGക്കോ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് കരിയറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹമെങ്കിൽ ആഫ്റ്റർ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ സയൻസിന് പോകണം. ദെൻ എൻട്രൻസ് കോച്ചിങ് ഉണ്ടെങ്കിൽ അത് തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷന് വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ഐ വാണ്ട് ടു ബിക്കം ആൻ എഞ്ചിനീയർ. എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം. അതിനെനിക്ക് +2 സയൻസ് കഴിയണം. ആ +2 സയൻസ് കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് നല്ല മാർക്ക് വേണം. അപ്പോൾ 10ാം ക്ലാസ് നിങ്ങൾ പഠിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കണം. ഇതുപോലെ കരിയർ ബാക്ക്വേർഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുക? ഒരാൾക്കും കഴിയില്ല. സോ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് അറിയാത്ത മേഖലകൾ ഉണ്ടാവും. ആ മേഖലകളെ കുറിച്ച് നിങ്ങൾ അറിയണം. അപ്പോൾ ഒരു കരിയർ എക്സ്പെർട്ടിനോട് ചോദിക്കേണ്ടത് സാർ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നല്ല, പകരം സാർ എനിക്കൊരു എഞ്ചിനീയർ ആവണം, അതിനെന്താ ചെയ്യേണ്ടത്? സാർ എനിക്കൊരു ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആവണം, അതിനെന്താ ചെയ്യേണ്ടത്? സാർ എനിക്കൊരു പൈലറ്റ് ആവണം, അതിനെന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അല്ലാതെ ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ വഴികേടിലാക്കാനും നേർവഴി പറഞ്ഞു തരാനും പറ്റും. സോ നിങ്ങൾ എടുക്കണം ഡിസിഷൻ. താങ്ക് യു. Skill Age. Elevate your life.